നല്ല യാത്രകളുടെ തുടക്കം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ആയാലോ. അപ്പോൾ മൂന്നാർ പോണ വഴിക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്കമാലി ഔട്ട്ലെറ്റ്സിൽ ഈയിടെ തുടങ്ങിയ കാലിക്കറ്റ് പാരഗൺ ഔട്ട്ലെറ്റിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അമ്മയുടെ ദീപുവിൻ്റെ ആദ്യത്തെ മൂന്നാർ ട്രിപ്പാണിത്. ദീപോ, നീ എവിടെ പോവാ? അതിരാവിലെ നല്ല മഴയുള്ളപ്പോൾ ഇത്തിരി ചൂടുവെള്ളം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെന്തായാലും ഇവിടെ നിന്ന് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് പാരഗണിയിൽ നിന്ന് മസാല ദോശ കഴിക്കണേ. ചമ്മന്തിയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് കാണാൻ നല്ല ലുക്കൊക്കെ ഉള്ള ദോശയായിരുന്നു. എപ്പോഴും നമ്മളിവിടെ വരുമ്പോൾ അപ്പവും ഇഷ്ടവും അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിലാണ് ഓർഡർ ചെയ്യാറ്. ഇതിപ്പോൾ ദോശ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരാഗ്രഹം. ആദ്യം തന്നെ ചുമന്ന ചട്നി കൂട്ടി ഒരു പീസ് കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം സാമ്പാർ മുക്കി കഴിച്ചു, പിന്നെ ചട്നി മുക്കി കഴിച്ചു, പിന്നെ ദോശയുടെ സെൻറ്ററിൽ നിന്ന് കുറച്ച് മസാലയും ടേസ്റ്റ് ചെയ്തു. വലിയ തെറ്റില്ലാത്തൊരു ദോശ. അപ്പോഴേക്കും നമ്മുടെ മുട്ട റോസ്റ്റും അപ്പം എത്തി. നല്ല പൂ പോലത്തെ അപ്പം, അതാണ് പാരഗണിൻ്റെ സ്പെഷ്യാലിറ്റി. അതിൽ കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ എഗ് റോസ്റ്റ് കൂടി ആകുമ്പോൾ ഒന്നും പറയാനില്ല. ചായ എടുത്തോട്ടാ. ചായ ഇപ്പോൾ ഈ ദോശമ്മ തന്നെയല്ലേ? അപ്പം തന്നെയല്ലേ? അപ്പം തീരുട്ടാ. അമ്മ വെജായതുകൊണ്ട് ഒരു വെജ് ഇഷ്ടം കൂടി അപ്പത്തിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഹൈലൈറ്റ് മട്ടൺ ഇഷ്ടമാണ്, പക്ഷേ ഇത്തവണ എന്തായാലും വെജ് ഇഷ്ടം ഒതുക്കി. അടിപൊളി ഇഷ്ടം. ഏതാ മുട്ടക്കറി ഇഷ്ടമായ? ഇഷ്ടമായ? ഞാനും ദീപും ഓരോ ചായ പറഞ്ഞു. അമ്മയ്ക്ക് കാപ്പിയാണ് പറഞ്ഞത്. പക്ഷെ കുടിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായത് കാപ്പിയാണ്. ചായനേക്കാൾ കിടിലനായിരുന്നു കാപ്പി. ഞങ്ങൾ മൂന്നാറിലേക്ക് പോണത് ഉണ്ണിയേട്ടൻ്റെ വണ്ടിയിലാണ്. ഞങ്ങൾ എവിടെ പോകണ്ടെങ്കിലും ആദ്യം വിളിക്കണത് ഉണ്ണിയേട്ടനെയാണ്. ഉണ്ണിയേട്ടൻ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറൊക്കെയാണ് കഴിച്ചത്. പാരഗണിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ണിയേട്ടന് ഇഷ്ടമായോ എന്തോ. എങ്ങനെ ഫുഡ് ഉണ്ണിയേട്ടാ? കുഴപ്പമില്ല അല്ലേ? ഏറ്റവും നൈസ് വ്യൂ. സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതാണ് മൂന്നാറിലെ ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട്. ഇന്നൊരു ദിവസം ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ദീപു അമ്മ ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയയാണ് ഇവരുടേത്. വെൽക്കം ഡ്രിങ്കായിട്ട് ഞങ്ങൾക്ക് ഇവർ തന്നത് ചുക്ക് കാപ്പിയാണ്. ചുക്ക് കാപ്പി കിട്ടിയോടുകൂടി അമ്മയുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞു. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. എന്തായാലും അത് കുടിക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. പ്രതീക്ഷിക്കാതെ ചുക്ക് കാപ്പി കിട്ടിയപ്പോൾ ആ തണുപ്പും എല്ലാം കൂടിയായിട്ട് ദീപ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ബേസിക് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് ആ റിസപ്ഷനിലിരുന്ന പയ്യൻ തന്നെ ഞങ്ങൾ അക്കോമഡേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ട്രീ ഹൗസിലാണ്. എങ്ങനെയാണ് എന്താണ് ട്രീ ഹൗസ് എന്നൊന്നും അറിയില്ല. എന്തായാലും പുള്ളിയുടെ പുറകെ അങ്ങോട്ട് പോവുക തന്നെ.
നോക്കി ഇറങ്ങിക്കേട്ടാ. കുഴപ്പമൊന്നുമില്ല, നോക്കി ഇറങ്ങിക്കോ. ദീപ അമ്മ, ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് കേട്ടോ. ഓഫ്, അടിയിൽ നോക്കിയടി നീ, എന്ത് താഴ്ചയടി. താഴേക്കുണ്ടായി. രണ്ട് റൂം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഡൈനിങ് ടേബിൾ ഉണ്ട്. ഓക്കെ, താങ്ക് യു കേട്ടോ. തുറന്നു അമർത്താൻ അങ്ങനെ. ഇപ്പോൾ കിടില റൂമല്ല, അവിടെ വെച്ചോ. ഇതാണ് കിടിലൻ ട്രീ ഹൗസ് കേട്ടോ. അതല്ല, വാഷ്റൂമൊക്കെ അടിപൊളിയായിട്ടാ. കിടിലൻ ട്രീ ഹൗസ് അല്ലേ? ഓ, ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാതെ. ആ റൂം തുറക്ക്, ഇതാക്കൂല് അത് തുറന്നുണ്ടോ നോക്കിയേ. ആ, ഇത് അമ്മയ്ക്കുള്ള റൂം കേട്ടാ. ആ ലൈറ്റ് ഇട്ടടി ദീപ. എവിടെ ഉണ്ട് ലൈറ്റ്? ഇവിടെയും ബാത്റൂം ഉണ്ടല്ലേ തുറന്ന? ഇവിടെ അതവിടെ ആ ബാത്റൂമിലുണ്ട്. സംഭവം സെറ്റപ്പ് വേണ്ടിട്ടാ. ഇവിടെ സാധനങ്ങളൊക്കെ നോക്കിയാ, കൈ കഴുകാനൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ നോക്കിയേ ദീപു. എൻ്റെ പൊന്നേ, നമുക്ക് 3 ആൾക്കും ഇവിടെ ഇരുന്ന് ഫുഡ് അടിക്കട്ടാ. നല്ല തണവുണ്ട്, ഇത്രക്കുള്ള വീട് മതി നമ്മ പറയുന്നത്. ഓ, അമ്മയുടെ ചക്ക അവിടെ ഫേവറേറ്റ്. എന്തോരം ചക്ക കഴിച്ചിക്കണല്ലേ നോക്കിയേ. സംഭവം സെറ്റപ്പ് ആയിട്ടാ. ഒരു ഈച്ച പോലും ഇല്ല, സുഖമായിട്ട് ഇരുന്ന് ഫുഡൊക്കെ അടിച്ച്. നല്ല ഉറപ്പുണ്ടല്ലോ ദീപ, ചാടിക്ക് നീ. അവരായിരിക്കും ദിനോസറോ. മരത്തമ്മല ഇതൊക്കെ നോക്കിയാ മരം. അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് കണ്ടാ അമ്മ? അവിടെയൊക്കെ ട്രീ ഹൗസ് ഉണ്ട്. അവിടെ ട്രീ ഹൗസ് ഉണ്ട്, ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടാ, അവിടെ ഉണ്ട്. അക്വാഫിനയുടെ വെള്ളം, പിന്നെ അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ തിളപ്പിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അമ്മ. ഇതെന്താണ്? ആ, ഇത് മറ്റേ കാപ്പി ഉണ്ടാക്കുമ്പോഴേ കലക്കാനുള്ളതാണ്. ഇത് എനിക്ക് തോന്നേ ഹീറ്റർ ഉണ്ടമ്മ. അപ്പം ഇത് ഓണാക്കിയാൽ ഹീറ്റർ വർക്ക് ചെയ്യുള്ളൂ. ദീപോ, ഇപ്പം സമയം എത്രയായി? 12:30 ആകുമ്പോൾ ഇവിടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് കഴിക്കാൻ പോയാലോ? ഹായ്, റെസ്റ്റോറൻറ്റിലാണ്. ഇതിലെ പോയേക്കാല. ഈ ട്രീ ഹൗസ് ഉണ്ടാ, ഇത് പടിയാ കണ്ട. ഇത് അമ്മയ്ക്ക് പേടിയാവും. എന്നാ കയറ്. ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, ഇതും അടിപൊളിയാണ്. ഇവിടെ ഹോഴ്സ്, പ്ലേ ഏരിയ, സൈക്ലിംഗ് ഒക്കെയാണ്. അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ കണ്ട. ആ, ബാതിലെ പോയോക്കാം. അയ്യോ, എന്തൊക്കെ പ്രാണിയുണ്ട് കേട്ടോ. നോക്കിയേ, എന്ത് രസമല്ലേ. ആ, ഒന്നും പൊട്ടിക്കണ്ട, കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടമ്മ. ഇത് കുഴപ്പമില്ലല്ലേ. ഇതിലായിട്ട് പോയ റെസ്റ്റോറൻറ്റിക്ക് ഈ വഴിയായിട്ട് പോവാം. ഇതാണ് ഉണ്ടാ തേയിലേക്ക് മണം നോക്കാൻ പറ്റുമോ?
ഏതാണ്ട് 20 ഏക്കറിൽ ഒരു തേയിലത്തോട്ടം. തേയില മാത്രമല്ല കേട്ടോ, ഏലവും ഓറഞ്ചും ഒക്കെ ഉണ്ട്. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് വളരെ മനോഹരമായിട്ട് ഇവരൊരുക്കിയിട്ടുള്ളത്. എന്ത് ഭംഗിയല്ലേ. ഇതെന്നറിയോ, സ്വിമ്മിങ് പൂളാ. ഓ, വെള്ളം തൊടാൻ പറ്റും, വേണം തൊട്ട് പോയിട്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പൂളിൻ്റെ ടൈമിങ്സ്. ഈ മലനിരകളുടെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ഇൻഫിനിറ്റി പൂളിൽ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെവൻലി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പാകത്തിന് ഒരു ചെറിയ അധികം ആഴില്ലാത്ത പൂളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നോക്കിയേ, ഈ പാലത്തപ്പോൾ കൂടെ പോകണം. വാവ്, എന്ത് ബ്യൂട്ടിയല്ലേ നോക്കിയേ അമ്മ. ഓഫ്, ആ മലയുടെ മേലേക്ക് നോക്ക്, ഇട്ടില്ല വ്യൂ അല്ലേ എവിടെ നിന്ന്. ആ, മാക്സിമം 2 പേര് കയറാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആദ്യം പോവാം. നമ്മൾ പിടിച്ചോളൂടെ, കമ്പിയുമ്പോൾ വഴുക്കാൻ ചാൻസ് ഉണ്ടേ. പോരാ, പേടിക്കണ്ട. പേടിച്ചിട്ട് ആ, ധൈര്യമായിട്ട് പോരെ, സ്പീഡിൽ പോരെ, പേടിക്കണ്ട, ധൈര്യമായിട്ട് പോരെ, ഞാൻ വന്നല്ലേ. കൈ വിട്ടടക്കടി, ഇത്ര പേടി മനുഷ്യന്മാരെ പാടുന്ന. ഒന്ന് ചാടിയാ അവിടെ നിന്ന്. വാ വാ, കിടക്ക്, കാറ്റാടിയതാ. റെസ്റ്റോറൻ്റ് പുറത്തെ വാഷ്. ആ, ദീപിനറിയാം. അയ്യോ, ഐസ് പോലത്തെ വാട്ടർ, ഐസ് വെള്ളം അല്ലേ. ആ, ഇവരുടെ കുറെ പ്രോഡക്ട്സ് ഉണ്ട് ഇവിടെ. ആ, എള്ള് ഇത് ഇവരുടെ തന്നെ പ്രോഡക്റ്റ് ആട്ടോ, ഇവിടെ ഉണ്ടാവണ പ്രോഡക്റ്റുകളാണ്. ഇത് മറ്റേ കറുകല്ലേ, കുരുമുളക്. ഇവരുടെ കുറെ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ, കറുകപ്പട്ട ഇവിടെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ ചെക്കിൻ ടൈം. പക്ഷേ എല്ലാവരും എത്തുന്നത് വൈകിട്ടൊക്കെയാണ്. അതുകൊണ്ട് ലഞ്ചിന് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മീൽസായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒരു മട്ട റൈസും പിന്നെ വെജ് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ആ, ചില്ലി ചിക്കൻ അല്ല, ചില്ലി ഗോബി അല്ലേ? ഗോപിയാണ് പറഞ്ഞത്, ഗോപി അല്ലേ? അമ്മ വെജായോണ്ടേ. ഓക്കെ ഓക്കെ. സത്യത്തിൽ ഈ ചിക്കൻ കറി ഞാൻ പറഞ്ഞതല്ല, ഒരു കറി കൂടി പറയണോ എന്ന് ഞാൻ ചോദിക്കണേ കേട്ടിട്ട്. അവർ ചിക്കൻ കാരക്കുടിയാണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ്. കാരക്കുടി എന്തായാലും കഴിക്കന്നെ. പിന്നെ ഈ നെയ്മീൻ ഫ്രൈ അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അമ്മ ഈ ചപ്പാത്തി ഉണ്ടല്ലോ, അമ്മ എങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ്? ആദ്യം ചിക്കൻ കാരക്കുടി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. മൂന്നാറിലെ ഈ തണുപ്പിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഈ ചൂട് ചപ്പാത്തിയും കൂടി കൂട്ടി പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, ഓ അതൊന്നും വേറെ തന്നെയാണ്. അങ്ങനെ കറി, കുറച്ച് സലാഡ്, ഇനി കുറച്ച് ചോറിട്ടിട്ട് അതിലേക്ക് ഇത്തിരി മീൻചാറും കൂടി ഒഴിച്ച് ഒന്ന് കൂട്ടി കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു.
നല്ല സ്പൈസി ആയിട്ട് കൊടമ്പുളി ഇട്ട് വറ്റിച്ച മീൻചാറായിരുന്നു കേട്ടോ. കുറച്ച് നേരമായി ഈ നെയ്മീൻ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് ചോറിൽ വെച്ച് അമർത്തി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. സത്യം പറയാലോ, കുറേ നാളായി നെയ്മീനൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ട്. അവസാനമായിട്ട് അമ്മ തന്ന കുറച്ച് ഫ്രൈഡ് റൈസും ഇച്ചിരി ചില്ലി ഗോപിയും കൂട്ടി ആ ഊണ് അങ്ങോട്ട് അവസാനിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ എല്ലാം കൊള്ളാല്ലേ? നീ കഴിക്കുമോ ഈ ചിക്കൻ കറിക്ക്? ഒന്നും വേസ്റ്റ് ആക്കില്ലല്ലോ. ജ്യൂസ് വേണം. മൈൽ ഷുഗർ അമ്മയ്ക്ക്. മാഡം ഓറഞ്ച്. അങ്ങനെ ഹെവി ആയിട്ട് ഒരു ഊണൊക്കെ കഴിച്ച് കുറച്ചു നേരം കളിച്ചപ്പോൾ ആകെ ടയേർഡായി. നല്ല സുഖം അല്ലേ? നല്ല അടിപൊളി. ഇവിടെ കുറച്ചേരം കിടന്ന് ഉറങ്ങായിരുന്നു. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.